മഴ തോരും മുമ്പേലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ ഭവിത അലീനയ്ക്ക് ഒരു ഉമ്മയൊക്കെ കൊടുത്ത് കോളേജിലേക്ക് പോകാൻ ഇറങ്ങാണ്. അപ്പം ഇറങ്ങുമ്പോൾ പെട്ടെന്നൊരു കാറ് വരികയാണ്. അപ്പം കാറ് കൊണ്ടുവന്ന് ഭവിത എടുത്ത് നിർത്തുന്നുണ്ട്. എങ്ങോട്ടാ രാവിലെ തന്നെ മനു ചോദിക്കുന്നുണ്ട്. കോളേജിലേക്ക് സമയം പോയി. അങ്ങനെ ഭവിതയാണെങ്കിൽ മനുവേട്ടനും അങ്കിൾമാർക്കും ഒക്കെ ഹായ് പറഞ്ഞിട്ട് പെട്ടെന്ന് സമയം പോയി എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് പോകുവാണ്. അങ്ങനെ കൊണ്ടുവന്ന് കാറ് കൊണ്ട് നിർത്തുകയാണ്. അപ്പം അലീന ഇങ്ങനെ ഒരു സംശയത്തോടെ നോക്കുകയാണ്, ആരാണ് ഈ സമയത്ത് വരാനുള്ളത് എന്നിട്ട് സംശയത്തെ നോക്കുവാണ്. അപ്പോഴാണ് മനുവേട്ടനും ഗംഗാധര അങ്കിളും ശിവൻ അങ്കിളൊക്കെ ഇറങ്ങുന്നത് കാണുന്നത്. അപ്പം അങ്ങോട്ടേക്ക് എല്ലാവരും വരുന്ന കാണുമ്പം പെട്ടെന്ന് അലീന ചോദിക്കുന്നുണ്ട്, എന്താ അങ്കിളെ ഒരു സർപ്രൈസ് വിസിറ്റ്? അപ്പം ഞങ്ങൾക്ക് ബാലചന്ദ്രനെ ഒന്ന് കാണണം എന്ന് ഗംഗാധരൻ പറയുന്നുണ്ട്. ഇല്ലയോ ബാലചന്ദ്രൻ ഇവിടെ ഇല്ലയോ എന്ന് ചോദിക്കുന്നുണ്ട്. ഉണ്ട്, അച്ഛൻ മുകളിലുണ്ട്, മുറിയിലുണ്ട് എന്ന് അലീനയും പറയുന്നുണ്ട്. എന്നാൽ ഞങ്ങളൊന്ന് കാണട്ടെ എന്നും പറഞ്ഞ് അകത്തേക്ക് കയറാൻ ഒരുങ്ങുമ്പോൾ ഉടനെ ഗംഗാധരൻ ഒന്ന് നിന്നിട്ട് പറയുകയാണ്, ഞാൻ അറിഞ്ഞ് മോൾ ഇവിടുന്ന് പോകാൻ പോവുകയാണെന്ന്. ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അല്ലാതെ എന്ത് പറയാനാ മോളെ എന്ന് അലീനയോട് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ അലീന ഇച്ചിരി സങ്കടത്തോടെ പറയാണ്, പോവാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ പോയാലേ മാഡം ഇങ്ങോട്ട് വരത്തുള്ളൂ, അത് അങ്കിൾമാർക്കും അറിയാലോ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞാനിവിടുന്ന് പോയാൽ മാഡം എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരും. പിന്നെ പ്രശ്നങ്ങളൊക്കെ പതിയെ അങ്ങ് മാറിക്കോളും എന്ന് ഗംഗാധരനോട് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പം ഗംഗാധരൻ അലീനയോട് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാ, മോക്കറിയാലോ. അതുകൊണ്ട് മാത്രമാണ് മോള് ഇവിടുന്ന് പോയാലും മോക്ക് വേണ്ടുന്ന എന്ത് കാര്യങ്ങളും ഞങ്ങളെ വിളിക്കാം, ഞങ്ങൾ കൂടെ തന്നെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് ഗംഗാധരൻ. അതൊക്കെ എനിക്കറിയാം അങ്കിളെ, ഇവിടുന്നൊരു പോക്ക് എന്നുള്ള തീരുമാനം എടുത്തത് മാഡത്തിന് വേണ്ടി മാത്രമാണ്, അല്ലാതെ ആരെയും വിഷമിപ്പിക്കാനോ ഒന്നിനുമല്ല. അച്ഛനെയും വിഷമിപ്പിക്കണമെന്ന് വിചാരിച്ചൊന്നും അല്ല ഈ തീരുമാനം എടുത്തത്. ഞാനിവിടുന്ന് പോകുന്നത് ഇവിടെയുള്ള ആർക്കും ഇഷ്ടമല്ല എന്ന് അലീന പറയുന്നുണ്ട്. മനു ആണെങ്കിൽ ഒരു സങ്കടത്തോടെ അലീനെ നോക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഞങ്ങൾ ബാലചന്ദ്രനെ ഒന്ന് കാണണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവർ മുകളിലേക്ക് കയറി പോവുകയാണ്. അപ്പം മനു പറയുന്നുണ്ട്, ഞാനിവിടെ നിൽക്കാൻ വല്യച്ഛ, നിങ്ങൾ പോയി കണ്ടിട്ട് വാ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ കൃഷ്ണമോളും അകത്തുനിന്ന് ഇറങ്ങി വരുന്നുണ്ട്. ഹായ് മനുവേട്ടാ എന്നും പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. ആ, ഇവിടെ ഉണ്ടായിരുന്നോ, എന്താ പരിപാടി എന്ന് ഒന്ന് ചോദിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല എന്ന് നമ്മുടെ കൃഷ്ണമോളും പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് അങ്കിളുമാരുടെ ഒന്ന് സംസാരിക്കുന്നുണ്ട്. അങ്കിളുമാരെ ഗംഗാധര അങ്കിൾ എപ്പം വന്ന്, എന്താ പെട്ടെന്നൊരു വിസിറ്റ് എന്ന് കൃഷ്ണമോളും ചോദിക്കുന്നുണ്ട്. അച്ഛനെ ഒന്ന് കാണാൻ വന്നതാ, മോള് സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? ഏയ് എനിക്ക് കുഴപ്പമൊന്നുമില്ല അങ്കിളെ, എന്നാൽ ഞങ്ങളൊന്ന് ബാലചന്ദ്രനെ കണ്ടിട്ട് വരട്ടെ എന്നും പറഞ്ഞ് അവർ മുകളിലേക്ക് കയറി പോവുകയാണ്. അപ്പം മനു ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയുണ്ട് വിശേഷം, എങ്ങനെയൊക്കെ പോകുന്ന കാര്യങ്ങളൊക്കെ? ഏയ് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ പോയി ഞാൻ എല്ലാവർക്കും ചായ എടുത്തുകൊണ്ട് വരാമെന്നും പറഞ്ഞ് അലീന അങ്ങ് പോവുകയാണ്. അപ്പം ഈ സമയത്ത് കുറച്ച് സങ്കടത്തോടെ കൃഷ്ണയാണെങ്കിൽ മനുവിനോട് പറയുന്നുണ്ട്, മനുവേട്ടാ അച്ഛനാണെങ്കിൽ ചേച്ചിക്ക് പുതിയ സ്ഥലം കണ്ടെത്തിയെന്നാണ് തോന്നുന്നത്, പുതിയ താമസ സ്ഥലം. ഇന്നലെ അച്ഛൻ വന്നപ്പം പറയുന്നുണ്ടായിരുന്നു പുതിയൊരു സ്ഥലം കണ്ടെത്തിയെന്നും. അവിടുത്തെ സാറും 2 ദിവസത്തിനകം മറുപടി പറയാമെന്നാണ്, അതിന് ശേഷമേ ചേച്ചിയെ അങ്ങോട്ട് മാറ്റുന്ന കാര്യം ഉറപ്പിക്കാൻ പറ്റത്തുള്ളൂ അച്ഛൻ ഞങ്ങളോടൊക്കെ പറഞ്ഞത്. അച്ഛൻ എന്തായാലും ചേച്ചിയെ മാറ്റാനുള്ള സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അലീന ചേച്ചി ഈ പ്രാവശ്യം എന്തായാലും ഇവിടുന്ന് പോകും മനുവേട്ട എന്ന് പറയുന്നുണ്ട്. അപ്പം മനുവിന് ഇതൊക്കെ കേൾക്കുമ്പോൾ കുറച്ച് സങ്കടമൊക്കെ വരുന്നുണ്ട്. നമുക്കെന്ത് ചെയ്യാൻ പറ്റും മോളെ, അലീന പോകണം എന്നുള്ളൊരു തീരുമാനം എടുത്തത് കൊണ്ടല്ലേ അങ്കിള് ഈ വഴി നോക്കിയത്, പുതിയൊരു സ്ഥലം കണ്ടെത്തിയത്. അപ്പം കൃഷ്ണയും പറയുന്നുണ്ട്, അത് ശരിയാ, അച്ഛൻ പറഞ്ഞായിരുന്നു അച്ഛന് ഒരു താല്പര്യമില്ല ചേച്ചി ഇവിടുന്ന് പറഞ്ഞുവിടാൻ, ചേച്ചിയുടെ നിർബന്ധപ്രകാരം മാത്രമാണെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞത്. ഇത് കേൾക്കുമ്പോൾ മനു പറയാണ്, അലീന വിചാരിച്ചിരിക്കുന്നത് അവൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അങ്കിളും ആൻറ്റിയും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്ന് അവർ വീണ്ടും യോജിക്കുമെന്നും അവർക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവുമെന്നൊക്കെ, അതൊക്കെ അവളുടെ തോന്നൽ മാത്രമാണ്. അങ്കിള് വിചാരിച്ചിരിക്കുന്ന മറ്റെന്തൊക്കെയാണ്, അവൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ, അലീന ഇവിടുന്ന് പോയി കഴിഞ്ഞാലാണ് പ്രശ്നങ്ങളുടെ തുടക്കം ഉണ്ടാവുന്നത്. അത് എനിക്ക് അറിയുകയും ചെയ്യാം. എന്നാലും മാഡത്തിന് വേണ്ടി അവൾ ഇവിടുന്ന് പോകാൻ തന്നെ തീരുമാനിച്ചു. ആ തീരുമാനത്തിൽ മാറ്റമൊന്നുമില്ല. ഇങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് കോഫി എടുത്ത് അലീന വരുന്നുണ്ട്. അലീന നേരെ കൊണ്ടുവന്ന് ചായ മനുവിൻ്റെ അടുത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അങ്കിൾമാർക്ക് ചായ കൊണ്ടു കൊടുക്കുന്ന കാര്യം പറയുമ്പം മനു പറയുന്നുണ്ട്, ഇപ്പം അങ്ങോട്ട് പോകണോ, അവിടെ അവർ എല്ലാവരും കൂടെ എന്തൊക്കെയോ സംസാരിക്കുക, ഇപ്പം അങ്ങോട്ട് പോകണോ എന്ന് മനു ചോദിക്കുകയാണ്. അപ്പം ഉടനെ അലീന പറയാണ്, എന്നാൽ ഇപ്പം ഇറങ്ങി വരുമായിരിക്കും അങ്കിൾമാർ, ഇവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ വെക്കുന്നുണ്ട്. അതിനുശേഷം മനുവേട്ടനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ നമ്മുടെ കൃഷ്ണമോള് പറയാണ്, എനിക്കകത്ത് ഇച്ചിരി പണിയുണ്ട്, ഞാൻ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് കൃഷ്ണ അങ്ങ് പോവുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ട് ചായ എന്ന് അലീന ചോദിക്കുന്നുണ്ട്. കുഴപ്പമില്ല, നല്ല ചായ എന്ന് കുറച്ച് സങ്കടത്തോടെ പറയുന്നുണ്ട്. മനുവേട്ടനാണെങ്കിൽ എന്താ പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ കാരണം, അങ്കിളുമാരും ഉണ്ടല്ലോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ് പ്രശ്നമൊന്നുമില്ല,
അങ്കിളിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. എന്തൊക്കെയോ സംസാരിക്കണം, നീ ഇവിടുന്ന് പോവുമല്ലേ, അപ്പം അതിനൊരു തീരുമാനമൊക്കെ ആവണമല്ലോ, അപ്പം ആ കാര്യങ്ങളൊക്കെ ചോദിക്കാനായിരിക്കും നേരെ ബാലചന്ദ്രൻ അങ്കിളിനെ കാണാൻ വന്നേ എന്ന് മനു പറയുന്നുണ്ട്. ഞാനിവിടുന്ന് പോകുമ്പം എൻ്റെ കാര്യം അന്വേഷിക്കാൻ ഒരുപാട് ആളുകളുണ്ട്. മനുവേട്ടൻ ഇവിടെ വരുമ്പം എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കും എനിക്ക് എൻ്റെ പ്രശ്നങ്ങളും എൻ്റെ വിഷമങ്ങളും എല്ലാം തീർക്കാൻ എൻ്റെ കൂടെ ഒരാളുണ്ടല്ലോ. ആ ഒരു വിചാരമായിരുന്നു മനുവേട്ടനെ കാണുമ്പോഴും എനിക്ക് തോന്നാറുള്ളത്. മനുവേട്ടൻ എൻ്റെ അടുത്ത് വരുമ്പോഴും എനിക്ക് അങ്ങനെയൊക്കെയാണ് തോന്നാറുള്ളത്. അപ്പം മനു പറയാണ്, അപ്പം നീ ഇവിടുന്ന് പോയാൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ഇവിടുന്ന് പോയാലും മനുവേട്ടനെ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടല്ലോ, എനിക്കൊരു വിഷമവും ഇല്ല. മനുവേട്ടനെ എപ്പോൾ വേണമെങ്കിലും ഫോൺ ചെയ്യാലോ, മനുവേട്ടനോട് കാര്യങ്ങളെല്ലാം പറയാലോ എന്ന് കുറച്ച് വിഷമത്തോടെയും അലീന പറയുന്നുണ്ട്. അതിനുശേഷം മനു ആണെങ്കിൽ അവിടെ വന്നിരുന്നിട്ട് ഭയങ്കര സങ്കടത്തോടെ പറയുന്നുണ്ട്. എന്നെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോകുന്ന പോലെ എനിക്ക് തോന്നിയെന്ന് മനു ഭയങ്കര സങ്കടത്തോടെ പറയുന്നുണ്ട്. ഇത് കാണുമ്പോഴത്തേക്ക് അലീനയ്ക്ക് നല്ല സങ്കടം വരുന്നുണ്ട്. മനുവേട്ടാ, അങ്ങനൊന്നും പറയാതെ, ഞാൻ ഇവിടുന്ന് പോയാലേ മാഡം വരത്തുള്ളൂ, ആ ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഇവിടുന്ന് പോകുന്നതെന്നും പറഞ്ഞിട്ട് മനുവേട്ടനെ ഉപേക്ഷിച്ച് പോവുമല്ല. മനുവേട്ടൻ എപ്പോൾ വേണമെങ്കിലും എന്നെ വന്ന് കാണാനും എന്നെ വിളിക്കാനും എന്നോട് സംസാരിക്കാനും ഞാൻ എപ്പോഴും അടുത്ത് തന്നെ കാണും. ഇതൊക്കെ മനുവേട്ടൻ്റെ തോന്നൽ മാത്രമാണ്, ഞാൻ എപ്പോഴും കൂടെ തന്നെ ഉണ്ടെന്ന് മനുവിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് അലീന. അപ്പം മനു ഇങ്ങനെ സങ്കടത്തോടെ അലീനയെ നോക്കുന്നുണ്ട്. അല്ലാതെ ഞാൻ പറഞ്ഞെന്ന് വെച്ച് നീ പോകാതിരിക്കത്തില്ലല്ലോ, എന്നാലും നീ പോവും, അത് നിൻ്റെ തീരുമാനമാണ്, അത് ഞാൻ അംഗീകരിക്കാൻ തന്നെ ചെയ്യുന്നുണ്ട്, ഞാൻ തടയാനും നിൽക്കുന്നില്ല. നീ ഇവിടുന്ന് പോകുന്നെന്നും വെച്ച് എന്നെ ഉപേക്ഷിച്ച് പോകുന്ന പോലെ ആവല്ലേ എന്ന് മനു വീണ്ടും സങ്കടത്തോടെ പറയുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ അലീനയ്ക്ക് നല്ല സങ്കടമാവുന്നുണ്ട്. ഈ സമയത്ത് ബാലചന്ദ്രൻ്റെ മുറിയിലേക്ക് ചെല്ലിയാണ് ഗംഗാധരനും അതുപോലെ ശിവനും. അപ്പം ബാലചന്ദ്രനാണെങ്കിൽ ഇവർ രണ്ടുപേരെയും കാണുമ്പോൾ ഒരു ചിരിയോടെ ചോദിക്കുന്നുണ്ട്, ആഹാ, ഞാൻ നീലഗിരി വന്നതിൻ്റെ തൊട്ട് പുറകെ ഗംഗേട്ടൻ ഇങ്ങനെ പോരുന്നു എൻ്റെ പുറകെ. അതെങ്ങനെ അവിടെ ഇരിക്കാൻ പറ്റത്തില്ല, വലിയ തീ പിടിച്ച പോലെ നടക്കുകയില്ലയോ, എന്ത് ചെയ്യണം, എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഉള്ള ഒരു ആലോചനയും നടക്കുകയില്ലയോ, അതിനാണോ ശിവേട്ടനെയും കൂടെ കൂട്ടുപിടിച്ച് ഇങ്ങോട്ട് വന്നത്, അവിടുന്ന് ഞാൻ നീലഗിരിയിൽ നിന്ന് പോന്നതിന് ശേഷം എന്തൊക്കെ സംഭവിച്ചു എന്നൊക്കെ അറിയാനാണോ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഗംഗാധരൻ ഇച്ചിരി ഒരു വിഷമത്തോടെ പറയുന്നുണ്ട്, ബാലചന്ദ്രൻ അന്ന് അവിടുന്ന് പോയതിന് ശേഷം എനിക്ക് നല്ല ടെൻഷനായിരുന്നു. ബാലചന്ദ്രൻ സ്റ്റാൻലിയെ കണ്ടിട്ട് എന്തൊക്കെ സംസാരിച്ച്, സ്റ്റാൻലിയെ കണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ ചിരിയോടെ പറയുന്നുണ്ട്, പിന്നല്ലാതെ ഞാൻ അവിടെ വന്ന് ഇത്രയും ദൂരം താണ്ടി അവിടെ വന്ന് അഡ്രസ്സ് വാങ്ങിച്ചത് വെറുതെ ആണെന്ന് ഗംഗേട്ടൻ വിചാരിച്ചോ? ഗംഗേട്ടൻ തന്ന അഡ്രസ്സ് കറക്റ്റായിരുന്നു, ആ അഡ്രസ്സിൽ തന്നെയാണ് ഞാൻ പോയത്. അത് സ്റ്റാൻലിയുടെ തറവാട് വീടായിരുന്നു. അവിടുന്ന് സ്റ്റാൻലി ഇപ്പോൾ താമസിക്കുന്ന കുളത്തുപുഴയിലുള്ള അഡ്രസ്സ് വാങ്ങിച്ച് അവിടേക്ക് ഞാൻ പോയി എന്ന് പറയാണ്. സ്റ്റാൻലി കാണുകയും ചെയ്തു. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഗംഗാധരനും ശിവനും അങ്ങ് ഞെട്ടുന്നുണ്ട്. എന്താ രണ്ടുപേരും ഒന്ന് ഞെട്ടിയോ? ഞാൻ സ്റ്റാൻലിയെ കണ്ട്, സത്യമായിട്ടും അലീനയുടെ അച്ഛനെ ഞാൻ കണ്ട്. അപ്പോഴാണ് പണ്ടത്തെ വൈജയും സ്റ്റാൻലിയും തമ്മിലുള്ള പ്രിയമായ പ്രണയത്തിൻ്റെ കഥ അറിഞ്ഞത് എന്ന് ബാലചന്ദ്രൻ ഒരു ചിരിയോടെ സങ്കടത്തോടെ ഗംഗാധരൻ്റെ അടുത്ത് ശിവനോടും പറയാണ്. അപ്പം കാര്യങ്ങളെല്ലാം ബാലചന്ദ്രൻ സ്റ്റാൻലിയെ അറിയിച്ചു എന്ന് ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്. പിന്നല്ലാതെ അതിനു വേണ്ടിയല്ലേ ഞാൻ ഇത്രയും ദൂരം അവിടെ ചെന്നത്, കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് സ്റ്റാൻലിയുടെ അടുത്ത്. സ്റ്റാൻലിക്ക് കുടുംബമൊക്കെ ഉണ്ടോ എന്ന് ശിവശങ്കരൻ ചോദിക്കുന്നുണ്ട്. അപ്പം ബാലചന്ദ്രൻ പറയാണ്, ഞാൻ അയാൾക്ക് കുടുംബമുണ്ടോ കുട്ടികളുണ്ടോ എന്ന് അന്വേഷിക്കാനല്ല പോയത്, ഞാൻ എന്താണോ ഉദ്ദേശിച്ച് അവിടെ പോയത് ആ കാര്യം വ്യക്തമായിട്ട് സ്റ്റാൻലിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം സ്റ്റാൻലിയുടെ മറുപടി എന്താണെന്ന് ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്. എന്നോട് പറഞ്ഞത് 2 ദിവസത്തെ സമയം വേണമെന്ന് ആലോചിച്ചതിന് ശേഷം മറുപടി അറിയിക്കുമായിരിക്കും. എന്തായാലും അയാളുടെ മറുപടിക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുകയാണെന്ന് ബാലചന്ദ്രൻ പറയുകയാണ്. അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ ഗംഗാധരനും ശിവനും ഇങ്ങനെ പരസ്പരം നോക്കിയിട്ട് ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്, ഇനി ബാലചന്ദ്രൻ വിചാരിക്കുന്ന പോലൊരു മറുപടിയല്ല സ്റ്റാൻലിക്ക് അലീനയെ അങ്ങോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല. കാരണം അയാൾക്ക് ഒരു കുടുംബവും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ ബാലചന്ദ്രൻ്റെ തീരുമാനം എന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പം ഇത് കേൾക്കുമ്പോൾ ബാലചന്ദ്രൻ ഒന്ന് തിരിച്ചുകൊണ്ട് ഗംഗാധരനെ നോക്കിയിട്ട് പറയും, വേറെ എന്തെങ്കിലും പരിഹാരം കാണും എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്, എന്താണ് ഇതിന് ഒരു പരിഹാരം, ഇതിന് ഏറ്റവും നല്ലൊരു പരിഹാരം ഞാൻ പറയട്ടെ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ശിവൻ പറയാണ്, എന്താണ് ഇതിൻ്റെ ഒരു പരിഹാരം എന്ന് ഭയങ്കര ആകാംക്ഷയോടെ ശിവശങ്കരൻ ചോദിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ പെങ്ങടുത്ത് സത്യസന്ധമായ കാര്യങ്ങളെല്ലാം അങ്ങ് പറഞ്ഞാൽ മതി, ഇതിനൊരു പരിഹാരമാവും. വിവാഹത്തിന് മുമ്പ് നീ പ്രസവിച്ച കുഞ്ഞാണ് അലീനയെന്ന് വ്യക്തമാക്കി പറഞ്ഞു കൊടുത്താൽ ഇതിനെല്ലാം ഒരു പരിഹാരമാവും എന്ന് ബാലചന്ദ്രൻ പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഗംഗാധരനും ശിവനിങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞ സത്യമല്ലേ, അങ്ങനെ ഇത്രയും നാൾ നിങ്ങൾ ഒളിപ്പിച്ച് വെച്ച കഥകളെല്ലാം അവളറിയട്ടെ, അതോടെ ഈ പ്രശ്നത്തിനൊരു പരിഹാരമാവും എന്ന് ബാലചന്ദ്രൻ പരിഹസിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ഗംഗാധരൻ പറയാണ്, ബാലചന്ദ്ര, ഞങ്ങൾക്ക് വേണ്ടി ഒരു ഉപകാരമെങ്കിലും ബാലചന്ദ്രൻ ചെയ്യണം.
നാളെ അലീനെ തിരക്കി സ്റ്റാൻലി വരികയാണെങ്കിൽ ഒരിക്കലും വൈജ അറിയാൻ പാടില്ല. അവർ തമ്മിൽ കാണാൻ ഇടവരല്. അവർ തമ്മിൽ കാണാൻ ഇട വന്നു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും അതിൻ്റെ തുടക്കമാവും. മാത്രവുമല്ല വൈജയ്ക്കറിയത്തില്ല ഇങ്ങനൊരു കുഞ്ഞിനെ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള കാര്യമൊന്നും വൈജയ്ക്കറിയത്തില്ല. മാത്രമല്ല അന്ന് പലവട്ടവും സ്റ്റാൻലി തിരക്കി വന്നായിരുന്നു. ഞങ്ങളാണ് സ്റ്റാൻലിക്ക് വൈജയെ കാണാനുള്ള അനുവാദം കൊടുക്കാതിരുന്നത്. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്കൊരു ഉപകാരം ചെയ്തു തരണം. ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. സ്റ്റാൻലിയും വൈജയും തമ്മിൽ കാണാനിടയാക്കല്ലേ എന്നും പറഞ്ഞുകൊണ്ട് അപേക്ഷിക്കുകയാണ് ശിവശങ്കരനും ഗംഗാധരനും കൂടെ ബാലചന്ദ്രൻ്റെ മുന്നിൽ.